ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളൊരു പുതിയ ഐറ്റം ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ചെമ്പല്ലി എന്ന് പറഞ്ഞ ഫിഷാണിത്. ഇത് കടലിലെ ചെമ്പല്ലിയാണ്. നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫിഷാണ്. നല്ല ടേസ്റ്റി ഫിഷാണിത്. ഇത് നമ്മളൊരു ഡിഫറെൻറ്റ് മസാല ഉപയോഗിച്ച് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുകയാണ്. മുന്നേ ഒരു വീഡിയോ നമ്മൾ വാഴയിൽ പൊള്ളിച്ചെടുക്കുന്ന വീഡിയോ ചെയ്യുന്നത്, അതിൽ നിന്നും ഡിഫറെൻറ്റ് മസാലയാണ്. അപ്പോൾ നമുക്ക് മസാല പരിചയപ്പെടാം. കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, വേപ്പില, പിന്നെ ലെമൺ, ചെറുനാരങ്ങ. ഇതാണ് നമ്മളെ മസാല. പെപ്പറാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. പെപ്പർ, ജിഞ്ചർ, ഗാർലിക്. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇത് മസാല മീനിലോട്ട് പുരട്ടാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെറുനാരങ്ങ നീരിങ്ങനെ കുറേ ഇതിൻ്റെ മേത്ത് ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം അപ്പുറത്തെ സൈഡിലും നമുക്ക് ചെറുനാരങ്ങ നീര് കുറേശ്ശെ ഇങ്ങനെ പിഴിയുക. ഈ മീനിലും പിഴിയാം. അല്ല അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് എത്ര വേണോ അത്രയും ഉപ്പ് നമുക്ക് ഇതിൻ്റെ മേത്തും ഉള്ളിലും പുറത്തൊക്കെ തേച്ച് പിടിപ്പിക്കണം. കടൽ മത്സ്യമായതുകൊണ്ട് കുറച്ച് ഉപ്പ് മതിയാവും. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായിട്ട് ഉപ്പ് തേച്ച് പിടിപ്പിക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കുരുമുളക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നമ്മളെ കേരളത്തിൻ്റെ സ്വന്തം കറുത്ത പൊന്ന് എന്ന് വിളിക്കുന്ന കുരുമുളക്. കുരുമുളകിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് കുരുമുളക്. നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ എരിവിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഐറ്റമാണ് കുരുമുളക്. അതാണ് പിന്നെ നമ്മളിൽ നിന്ന് അന്യമായത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുരുമുളകൊന്നും ആരും അധികം ഉപയോഗിക്കാറില്ല. കുരുമുളക് ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നല്ല അഡാർ ഐറ്റമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇന്ത്യയിലോട്ട് വന്നത്. പിന്നെ നമ്മളെ ബാക്കിയുള്ള മസാലകൾ മൊത്തം ഒന്ന് മിക്സാക്കുക. നമ്മളെ കുറച്ച് കുരുമുളക് പൊടിയും ബാക്കിയുള്ള ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്യണം. മീനിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. നമുക്ക് ഈ ഫിഷിൻ്റെ ഉള്ളിലോട്ടും ഫില്ല് ചെയ്യാം. ഫിഷ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല ചെകിളയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫില്ല് ചെയ്യാനും എളുപ്പമാണ്. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാതും ക്ലീനായിട്ട് നന്നായിട്ട് ഉഷാറായിട്ട് വരും. അപ്പോൾ നമ്മളെ പെപ്പറും ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, ആ മിക്സ് ഇടുന്ന മഞ്ഞൾപ്പൊടിയും ചേർന്ന ആ ഒരു മസാലയും, പുറത്ത് വെറും കുരുമുളക്, ഉപ്പും മാത്രം. ഉള്ളിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു വാഴയിലയിൽ അല്ലെങ്കിൽ പൊടിയനിയുടെ ഇല, അതിൽ വാഴയില, പൊടിയനി ഏതാണ് നിങ്ങളുടെ കയ്യിൽ, അതിൽ നമ്മൾ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കത് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മളെ ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട്
നമുക്ക് ഈ മീനിനെ ഇവിടുന്ന് വെക്കാം. ഈ പൊസിഷനിലിരിക്കട്ടെ. അങ്ങനെ മീനിനെ നമ്മൾ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിന് മുകളിലോട്ട് ഒഴിക്കണം. നമുക്കത് അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെ ഒന്ന് ഒഴിച്ച് ഒന്ന് മസാജാക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇപ്പുറത്തെ സൈഡിലോട്ടും കുറച്ച് വെളിച്ചെണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊതിഞ്ഞെടുക്കാം. നമുക്ക് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ മസാലയൊക്കെ പുരട്ടി അത് ഇലയിൽ നന്നായിട്ട് പൊതിഞ്ഞ് കോട്ടൻ്റെ തുണിയുടെ നൂല് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു കട്ടിയുള്ള ഉരുളിയോ അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രം നന്നായിട്ട് ഒരു ചൂടാക്കി വെക്കണം. അതിൽ അട വേവിച്ചെടുക്കുന്നത് പോലെയാണ് വേവിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി നമുക്കൊരു വാഴയില ഇറക്കി വെക്കാം. ഇതിലോട്ട് നമുക്കൊരു വാഴ ഇല ഇതിലോട്ട് ഇറക്കി വെക്കാം. വാഴയില ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കെട്ടി വെച്ച മീൻ ഉരുളിക്ക് പാകമാണ് കേട്ടോ. ഉരുളിയുടെ സൈസിൽ പാകമായ മീൻ വയ്ക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് അട വേവിക്കുന്നത് പോലെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് പൊള്ളിച്ചത് എന്തായെന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് മറിച്ചിടണം. ഒരു സൈഡ് എന്തത് ഇങ്ങനെ എടുത്ത് മറ്റേ സൈഡ് മറിച്ചിടണം. അതേപോലെ ഇതും മറിച്ചിടണം. നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ആ എണ്ണയൊക്കെ ഒഴിച്ച എണ്ണയൊക്കെ നന്നായിട്ട് ഇതിലോട്ട് കിനിഞ്ഞിറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് കുറേയും കൂടി വേവിക്കാം. നമുക്ക് എന്തായെന്ന് നോക്കാം. ഈ സൈഡ് നല്ല ഒരട്ടാറ് മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഇത് മറിച്ചിടേണ്ട സമയമായിട്ടുണ്ട്. അതൊക്കെ പതിയെ മറിച്ചിടാം. അങ്ങനെ നമ്മൾ ഐറ്റം മറിച്ചിട്ടിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇലയൊക്കെ ചെറുതായി നല്ല എണ്ണയൊക്കെ നല്ല ഒലിച്ചിറങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ചെറു ചൂടിൽ നമുക്കിത് കുറച്ച് നേരം കൂടി വേവിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ചെമ്പല്ലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ട്രേയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ ചെമ്പല്ലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്കത് മെല്ലെ പൊളിക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ല ആവി പറക്കുന്ന തനി നാടൻ എന്ന് പറഞ്ഞ തനി നാടൻ കേരള സ്റ്റൈൽ ചെമ്പല്ലി. എല്ലാ ഭാഗവും നന്നായി വെന്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലഷ് ഉണ്ടല്ലോ, എന്താ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. തനി നാടൻ എന്ന് പറഞ്ഞാൽ തനി നാടൻ. കാരണം നമ്മളുടെ സ്വന്തം വാഴയില, നമ്മളെ സ്വന്തം കുരുമുളക്. ഇതുണ്ടല്ലോ, ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, വായിൽ വെള്ളം വന്നിട്ടോ. അപ്പോൾ ചെമ്പല്ലി പൊള്ളിച്ചത് റെഡിയായി. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ലെമണാണ് ഏറ്റവും ബെറ്റർ.
ഓരോ ലെമൺ ഇങ്ങനെ നിരത്തി കൊടുക്കാം. അയ്യോ, അപ്പോൾ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഈ ഐറ്റം ട്രൈ ചെയ്യണം. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.